നിങ്ങൾ 3 പേർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് അച്ചുവാ കണ്ടുപിടിച്ചത്. ഒന്നുമില്ല എടുത്തേ, പർച്ചേസ് ബില്ലിലും GST ബില്ലിലും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എല്ലാം ഒരേ ഡേറ്റിലുള്ള പർച്ചേസ്, ഒരേ ഐറ്റങ്ങള്. പക്ഷേ 2 ബില്ലുകള്, 2 GST റേറ്റ്. ഒന്നില് 8 ലക്ഷം, ഒന്നില് 4 ലക്ഷം. ഇതില് ഏതാണ് ശരിയെന്ന് അവന്തിക, ഒന്നും ആലോചിക്കണ്ട, വേഗം മാനേജരെ വിളിക്ക്. ഈ ക്വാർട്ടറിലെ പർച്ചേസ് ഫയലുകൾ കൂടി എടുക്കാൻ പറ. ഞാൻ മാനേജറെ വിളിച്ചോണ്ട് വരാച്ചാ. ഫോൺ ചെയ്താൽ മതി, അയാൾ വരും. അതിനായിട്ട് പോയി വിളിക്കേണ്ട കാര്യമില്ല. അതല്ലച്ചാ, ഫയലുകൾ എടുക്കണം. രാവിലെ അത്യാവശ്യം ചില കാര്യങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തതുകൊണ്ട് തീർത്തിട്ട് വരാം. അവന്തിക നിന്നേ. എനിക്ക് തോന്നുന്നത് അർച്ചനയെ കൂടി കമ്പനിയിലെ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്തിയ നന്നായിരിക്കും. അത് നല്ല കാര്യാ. പക്ഷേ അർച്ചനയുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോ അധികം വിദ്യാഭ്യാസം ഇല്ലല്ലോ. നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇവക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹലോ വിജയ്, ഇപ്പൊ എവിടെയാ? ഓഫീസിലുണ്ടോ? ഓക്കെ ഓക്കെ. ഇയാളിപ്പോ എവിടെയാണെങ്കിലും വളരെ അർജന്റായിട്ട് എനിക്കൊന്ന് കാണണം. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ തന്നെ. അയ്യോ, ആതിര കുറെ വിളിച്ചിട്ടുണ്ടല്ലോ. ഓഫായല്ലോ. എന്നും ഓർക്കുന്നതാ കിടക്കുമ്പോ ചാർജ് ചെയ്യണമെന്ന്. ഒരിക്കലും ചെയ്യൂല. മോളെ, ആ ഫോണും തരുമോ? ആതിരെ വിളിക്കാനാ. എന്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി പോയി. ഇത് ഏട്ടത്തിയുടെ സ്ഥിരം പരിപാടിയാണല്ലോ. ഇങ്ങനെയാണെങ്കിലേ ഏട്ടത്തി ചാർജർ കഴുത്തി കെട്ടിടുന്നതാ നല്ലത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവളെവിടെ പോയി? ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതല്ലേ ഉള്ളൂ. ഏട്ടത്തി ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ദാ മോളെ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ എടുക്കരുത്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഉണ്ട്. നിന്നെ കെട്ടിക്കാനുള്ള രഹസ്യം എന്താ അറിയണം? നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ? മോളെ, ഞാൻ ഫോൺ കൊടുക്കത്തില്ല. കൊടുക്കില്ല. ഏട്ടത്തി വന്നതിന് ശേഷം ഇവൾക്കെതിരെ കൂടുന്നുണ്ട്. അധികം ലാളിക്കണ്ട. അവന്റെ ഫോൺ നേരെ കാമുകിമാരായിരിക്കും. അതല്ലേ ഫോൺ എടുക്കുമ്പം എവിടെ ഉണ്ടെങ്കിലും അവൻ പറന്നു വരുന്നേ. അതേടി, കാമുകിമാരെ ക്യൂ നിൽക്കുക. അതിന് നിനക്കെന്ത് വേണം? എനിക്കേ ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഓ, പിന്നെ ഒരു സ്വയം പൊങ്ങി വന്നേക്കുന്നു. അയ്യ, നിനക്ക് ആര് നോക്കാനാ? ഓ, ഒരു സുന്ദരം വന്നേക്കുന്നു. കണ്ടാലും മതി. ഇതാരാ? 5-6 മിസ് കോൾ ഉണ്ടല്ലോ.
4 നമ്പർ യാതൊരു പരിചയമില്ലല്ലോ. ആ, ആരാണെന്നൊന്ന് ചോദിക്കാം. ഹൂ ആർ യു നയിക്കാം. എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ആരാണെന്ന് എങ്കിൽ പിന്നെ തിരിച്ചു ചോദിച്ചേക്കാം. അറിയുന്നു ഞാൻ അയച്ചത് തന്നെ തിരിച്ചിങ്ങോട്ട് അയക്കുന്നോ? അമ്പടാ, ഇത് ഒരു മെസ്സേജ് അയച്ചാൽ തീരില്ല. ഏതോ ഞരമ്പ് രോഗിയ. പിന്നെ സ്ഥിരമായിട്ട് മെസ്സേജ് ആവും അയക്കുക. ആ, ഒന്ന് വിളിച്ച് വിലക്കാം. ഹലോ. അതെ, ഫോൺ ചെയ്യുമ്പോ നമ്പർ നോക്കി ഫോൺ ചെയ്യണം. ഏതെങ്കിലുമൊക്കെ നമ്പർ വിളിച്ചിട്ട് ഹൂ ആർ യു, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി എന്റെ അടുത്ത് വേണ്ട. ഹലോ, ആദ്യം നീ ആരാന്ന് പറ. എന്താ നിനക്ക് വേണ്ടത്? തന്റെ എത്ര കോള എനിക്ക് വന്നെന്നറിയോ? എന്റെ കോളോ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. വിളിക്കാതെ പിന്നെ ഇയാളുടെ ഫോൺ തനിയെ ആൾക്കാരെ വിളിക്കോ? ഹേയ്, ബിഹേവ് യുവർസെൽഫ്. ഇതൊക്കെ തന്നെ പോലുള്ള ഫ്രോഡുകളുടെ സ്ഥിരം അസുഖ. ഏതെങ്കിലും നമ്പറിൽ മിസ് കോൾ ചെയ്യുക, എന്നിട്ട് പെമ്പിള്ളാരെ ശല്യം ചെയ്യുക. ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ടല്ലോ, ന്യൂസൻസ്. ഹലോ ഹലോ. കാലം എത്രയായി താൻ ഈ കമ്പനിയിലെ മാനേജറായിട്ട്? അതിന് വല്ല ബോധവും വിവരം ഉണ്ടോ തനിക്ക്? അതോ വിവരം കൂടിപ്പോയതുകൊണ്ടാണോ? മേഡം, എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് സംഭവിക്കാൻ പാടില്ലായിരുന്നോ അത് തന്നെ സംഭവിച്ചു. തന്നോട് ഞാൻ തുടക്കം മുതലേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഓർമ്മയില്ലേ തനിക്ക്? ഇതാണ് ഞാൻ പറഞ്ഞൊക്കെ താൻ മറന്നു. അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ കൃത്യനിഷ്ഠയില്ലാതെ ഇന്ന് പിടിക്കപ്പെടുകയും ചെയ്തു. താൻ മാത്രമല്ല, അതിന് ഉത്തരവാദിയായി ഞാനും ഇന്ന് തല ഉനിച്ച് നിൽക്കേണ്ടി വന്നു. ഇല്ല മേഡം, ഞാനൊന്നും മറന്നിട്ടില്ല. കമ്പനി കണക്കുകളാണ് മേഡം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. മേഡം പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മേഡം അറിയാതെയും കാണാതെയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് മേഡത്തിനും അറിയാവുന്നല്ലേ? പിന്നെ എങ്ങനെയാ കണക്കിൽ ഇത്രയും ക്രമക്കേട് വന്നേ? ഇനി ഞാൻ അറിയാതെ താൻ വേറെന്തെങ്കിലും കളിയാണ് കളിക്കുന്നെങ്കിൽ ഈ അവന്തിക ആരണം താൻ അറിയും. അതിന്റെ ഭവിഷ്യത്ത് മുഴുവനും തന്റെ തലയിലാവും. പിന്നെ എവിടെയാ കിടക്കേണ്ടി വരെയെന്ന് അറിയാലോ. അയ്യോ, ഞാനങ്ങനെ ചെയ്യുമോ മേഡം? മാത്രമല്ല, എനിക്ക് ജോലി തന്നത് മേഡം അല്ലേ? തരുന്ന കൈക്ക് തന്നെ കൊത്തുന്ന ശീലം എനിക്കില്ല മേഡം. ഇപ്പൊ എന്താ മേഡം സംഭവിച്ചത്? താൻ കൊടുത്തുവിട്ട ഫയൽ അച്ഛൻ നോക്കിയപ്പോ ഏകദേശം 8 ലക്ഷം രൂപയുടെ GST ഡിഫറൻസ്. ബില്ല് എമൗണ്ടും ടാക്സും ഒന്നും ടാലി ആവുന്നില്ല. താൻ തന്നെ അത് ക്ലിയർ ചെയ്യണം. സാർ, അറ്റൻഡേ. സ്പീക്കറിലിട്. ഹലോ സാർ. ആ, താൻ ഉടനെ കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഫയലുകളുമായി ഇവിടെ വരണം. മനസ്സിലായോ? കോള് കട്ടായി മേഡം. അവിടെ എത്തുമ്പോ അറിയാലോ, അവന്തികയ്ക്ക് ഇതൊന്നും അറിയില്ല. എല്ലാം തന്റെ ചെയ്തികൾ മാത്രം. മനസ്സിലായോ? എന്തു വന്നാലും അത് സഹിച്ചോണം. അല്ലാതെ എന്റെ പേര് ഇതിനിടയിലേക്ക് വലിച്ചഴച്ച പിന്നെ അയ്യോ പാവൊന്നും ഞാൻ കാണിക്കില്ല. കേട്ടല്ലോ? പേടിക്കണ്ട. എന്തായാലും അവന്തിക കോമ്പൻസേറ്റ് ചെയ്തിരിക്കും. നമുക്കിറങ്ങാം. ആ ഫയലുകൾ എടുത്തോളൂ.
എന്താണ് ഏകാന്ത നായകനെ പോലെ? ആകെ ചിന്താകുഴപ്പത്തിലാണല്ലോ. നത്തിങ്, വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. ആലോചനയിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടായിരുന്നോ? എന്താ ചോദിച്ചേ? അല്ല, സന്ദീപിന്റെ ആലോചനകളിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടായിരുന്നോ എന്ന്. എനിക്ക് ആലോചിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനാ നിന്നെപ്പറ്റി ആലോചിക്കുന്നത്? പക്ഷേ എനിക്കെപ്പോഴും ആലോചിക്കാൻ സന്ദീപിനെ പറ്റി മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ സന്ദീപിനോട് എന്റെ മനസ്സിലുള്ളത് പറയേണ്ടത്? നീ ഒന്ന് പോവാൻ നോക്കിയേ. എനിക്ക് രാവിലെ തന്നെ വേറെ ഒരുപാട് പണിയുണ്ട്. സന്ദീപ് പ്ലീസ്, എന്റെ മനസ്സറിയാൻ സന്ദീപിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? അതോ മനസ്സറിയാത്ത പോലെ നടിക്കുകയാണോ? ഞാൻ എന്ത് മനസ്സിലാക്കണമെന്നാ നീ പറയുന്നേ? സന്ദീപ് പറ, ഒരു പെൺകുട്ടി ഒരാളെ തന്നെ വിചാരിച്ച് ആ ആളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പറയേ. എനിക്കറിയില്ല. നീ ഒന്ന് പോയേ. ആരെങ്കിലും കണ്ട വേറെ എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? ഞാനും നീയും തമ്മിൽ ഇഷ്ടമാണെന്ന് വിചാരിക്കും. അല്ലാതെ എന്ത് വിചാരിക്കാനാ? ഓ, അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്? അത് മാത്രമേ ഉള്ളൂ. ഊണിലും ഉറക്കത്തിലും ഒക്കെ, എന്തിനേറെ വെറുതെ നടക്കുമ്പോ പോലും. നിനക്കേ മുഴുവട്ട. ഇപ്പൊ ഏതോരുത്തി വിളിച്ച് എന്തൊക്കെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. എന്നോട് ഇത്തരത്തിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ദേ, മേലിൽ ഇമ്മാതിരി കാര്യങ്ങൾ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു പോരുത്. നീ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിന്നെയും കൊണ്ട് ഞാൻ പോകൂ സന്ദീപേ. അതെ, അവിടെ കിടന്ന് ബബ്ബ അടിക്കരുത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം, കേട്ടല്ലോ? ഓക്കെ മാഡം. അച്ഛാ, മാനേജർ വിജയ് കാണാൻ വന്നിട്ടുണ്ട്. അച്ഛൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പ എന്തെങ്കിലും വീഴ്ച വന്നതാവും. ആരുടെ വീഴ്ചയാണെങ്കിലും അത് കണ്ടുപിടിക്കണം. എനിക്ക് അയാളെ പറ്റി അത്ര നല്ല മതിപ്പില്ലെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ മതിയെന്ന് നീ ശടിച്ചതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അയാൾക്ക് നമ്മളോടോ നമ്മുടെ കമ്പനിയോടോ യാതൊരു ആത്മാർത്ഥതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാനാ അയാളോട് വരാൻ പറഞ്ഞത്. ഇതെന്റെ ആയ കാലത്തെ കഷ്ടപ്പാടിന്റെ വിലയാ. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ വരാം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇരിക്കെ. അർച്ചന, ഇരിക്കുമോടെ. അവന്തിയേക്ക് ഓഫീസിൽ പോകണമെങ്കിൽ പൊയ്ക്കോളൂ. അർച്ചന ഉണ്ടല്ലോ.
അച്ഛാ, വേണമെങ്കിൽ ഞാനും നിങ്ങളോട് ഇരിക്കാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ. അത് തരാനാണല്ലോ ഇയാളെ വിളിച്ചു വരുത്തിയത്. മോളിരിക്കും. ആദ്യം ഇയാൾ പറയട്ടെ. അതെനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. മിസ്റ്റർ വിജയ്, സർ, ഒരു പർച്ചേസിന് എങ്ങനെയാണ് 2 GST ബില്ലുകൾ വരുന്നത്? അതും ഭീമമായ തുക വ്യത്യാസത്തിൽ. സർ, അതങ്ങനെയല്ല. നമ്മുടെ കമ്പനി കറക്റ്റ് GST എമൗണ്ടാണ് അടച്ചിരിക്കുന്നത്. ചോദ്യം അതല്ലല്ലോ. 2 ബില്ലുകളും കമ്പനി തന്നാണ്. നമുക്ക് വേണമെങ്കിൽ അതിൽ ലോ GST അടയ്ക്കാം. അത് താനാണോ തീരുമാനിക്കുന്നത്? തനിക്ക് തോന്നുന്ന കണക്കാണോ താൻ ബില്ല് വാങ്ങുന്നത്? ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇത് സച്ചിയും അവന്തിക അറിഞ്ഞിട്ടാണോ വാങ്ങിയത്? അത് ഞാൻ കമ്പനിക്ക് വേണ്ടി. ചോദിച്ചതിന് ഉത്തരം പറ. അവരറിഞ്ഞോ ഇല്ലയോ? ഇല്ല. എന്നുവെച്ചാ എല്ലാ ബില്ലുകളും ഇങ്ങനെയാണോ വാങ്ങാറ്? GST ബില്ലുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഫയൽ ഇവിടെ? എടുത്തില്ല മാഡം. പിന്നെ താൻ എന്ത് കാണാനാ വന്നത്? താൻ തയ്യാറാക്കിയ കണക്കിലെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ബില്ലിംഗ് ആണ്. മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കണക്കുകൾ. നീ മനഃപൂർവ്വം എന്തോ ചെയ്യുന്നുണ്ട്. എന്തോ ടീച്ചർ? ഏയ് ഒന്നുമില്ല മോളെ. ദാച്ച, അച്ഛാ, സമാധാനപ്പെട. നമുക്കെല്ലാം വിശദമായിട്ട് നോക്കാം. ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്തായിരുന്നു ഭാവം? ഓവർ കോൺഫിഡൻസ് ആയിരുന്നല്ലോ. എന്നെ ചോദ്യം ചെയ്യാൻ ആരാ ഉള്ളതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്താവാൻ? ഒന്നും ആയില്ലേ? നിങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കണക്കുകള് നിമിഷ നേരം കൊണ്ട് അവള് കണ്ടുപിടിച്ചില്ലേ? അത് മാനേജർ നോക്കിക്കോളും. അതിന്റെ മറുപടി മാനേജർ പറഞ്ഞോളൂ. അത് അങ്കിളിന് ബോധ്യപ്പെടുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ മാനേജർ മാത്രം ചെയ്താണെന്ന് വിശ്വസിക്കാൻ അങ്കിൾ ആദ്യമായിട്ടല്ലോ ബിസിനസ് ചെയ്യുന്നതും അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതും. അതിനുള്ള ജാമ്യം ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആശുപത്രി കിടന്നപ്പോ ഞങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലാന്ന്. കൊള്ളാം. പക്ഷെ മാനേജർ പെടുമെന്ന് തോന്നുന്ന അവസ്ഥയില് അയാൾ ചേച്ചിയെ ഒറ്റ കൊടുക്കില്ലേ? അങ്ങനെ ചെയ്യില്ല. എന്നെ ഒറ്റ കൊടുത്തിട്ട് അയാൾക്ക് മാത്രം രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് ചേച്ചിയുടെ സമ്മതം എന്തിനാ ആൾക്ക്? ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് നഷ്ടപ്പെടാൻ ഈ ജോലി അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഈ കമ്പനി അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ അയാൾ ജോലിക്ക് കയറും. പക്ഷെ നമ്മളതാണോ? നമ്മുടെ നഷ്ടം അത്രയ്ക്ക് ചെറുതാണോ? ഇനിയൊന്നും പറയണ്ട. കണക്കുകൾ മൊത്തം പരിശോധിക്കണം. എവിടേക്കോ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാരണങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതാ. അർച്ചന നിസ്സാരക്കാരിയല്ല. നമ്മൾ അല്ല, ചേച്ചി കരുതുന്ന പോലെ ഒന്നും അറിയാത്ത പെണ്ണല്ല അവള്. അതാണ് ചേച്ചിയുടെ തെറ്റ്.